ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്ന് കുവൈറ്റ് സിറ്റി വരെ ഒന്ന് പോവുകയാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് വെയിറ്റ് ചെയ്ത്. താമസിക്കാതെ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡബിൾ ഡക്കർ ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഡബിൾ ഡക്കർ ബസ്സിൽ കയറുന്നത്. കാരണം അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടും. അതൊക്കെ കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ ഫസ്റ്റ് കയറിയത് മുകളിലത്തെ ഫ്ലോറിൽ കയറിയിട്ട് ഫസ്റ്റ് സീറ്റിൽ തന്നെ ഞാൻ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര നല്ല വ്യൂ ആണ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം ഈവനിങ് ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ലേ. ഇവിടെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്, നല്ല ചൂട് കാറ്റുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കിതിൻ്റെ ചൂടോ കാര്യങ്ങളോ ഒന്നും അധികം എഫക്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഒരു 50% കൂടുതലും ഇവിടെ പ്രവാസികളായിട്ടുള്ളവർ പുറം പണി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഡ്രൈവേഴ്സ് ആയാലും എയർപോർട്ട് ജോബ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഈ റോഡെല്ലാം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, റോഡ് പണിക്കാർ, ബിൽഡിങ്ങൊക്കെ പണിയുന്ന ആൾക്കാർ, ഇവരെല്ലാവരും ഈ ഒരു ചൂടൊക്കെ ഏറ്റിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കര കഷ്ടമാണ്. ഇവിടുത്തെ ചൂട് അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു ചൂടാണ്. സമ്മർ സീസണൊക്കെ വരുമ്പം അതിൻ്റെ ഓരോ മാസം കഴിയുമ്പോൾ അതിൻ്റെ തീവ്രത കൂടിയാണ് വരുന്നത്. പിന്നെ ഇനി തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പും. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം ഹീറ്റും എക്സ്ട്രീം കോൾഡുമാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. 6 months വരെ ഇവിടെ നല്ല ചൂടും പിന്നെയുള്ള 6 months ഇവിടെ നല്ല തണുപ്പുമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ പോകുന്നത്. അപ്പം നമ്മുടെ പ്രവാസികൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ഓർക്കുമ്പോഴത്തേക്കും അവരൊക്കെ നമ്മൾ കൂടുതൽ ബഹുമാനിക്കണം. കാരണം അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിലേക്ക് നമുക്ക് കാശൊക്കെ അയച്ചു തരുന്നത്. പിന്നെ ഇവിടുത്തെ റോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റോഡുകളാണ്. സിഗ്നൽസ് ആയാലും, കാരണം ഇവിടെ എത്ര തിരക്ക് വന്നാലും അതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ എല്ലാ റോഡെല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരക്ക് വരാറുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും തിരക്ക് വന്നാലും അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള തിരക്ക് ഉണ്ടാകാറില്ല. ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിലെ സിറ്റി ഏരിയയിൽ കൂടെയാണ്. ഇവിടെയാണ് ഒട്ടുമിക്ക കൊമേഴ്ഷ്യൽ ബാങ്ക്സും കമ്പനീസും ബ്രാൻഡഡ് ഷോപ്സും എല്ലാം ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ സിറ്റീസ് മോഡിഫൈ ചെയ്യാനായിട്ട് ഗവൺമെൻറ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ ഗാർഡനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കുവൈറ്റിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും
പണ്ട് കാലങ്ങളിൽ കുവൈറ്റികളുടെ പ്രധാന ഉപജീവന മാർഗം മത്സ്യബന്ധനം, പിന്നെ കടലിലെ ഓയിസ്റ്റർ പോലുള്ള ജീവികളിൽ നിന്ന് പവിഴമുത്തുകൾ ശേഖരിക്കുക, എന്നിട്ട് അത് കച്ചവടം ചെയ്യുക, ഈന്തപ്പഴം കയറ്റുമതി ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ കുവൈറ്റികൾ താമസിച്ചിരുന്നത് തീരപ്രദേശങ്ങളിലാണ്. 1938 കുവൈറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ബുർഗാൻ എണ്ണപ്പാടം കണ്ടുപിടിച്ചു. ഇത് കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഈ കണ്ടെത്തൽ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുകയും ആധുനിക കുവൈറ്റിൻ്റെ വികസനത്തിന് അടിത്തറയിടുകയും ചെയ്തു. പിന്നെ ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിങ്സ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഓരോ ഷേപ്പും ഓരോ ഡിസൈൻസുമാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനായിട്ട്. പിന്നെ ഈ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കടകൾ കാണാൻ സാധിക്കും. ഇതെല്ലാം പല രാജ്യങ്ങളിൽ നിന്നുള്ള ക്യൂസീൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ലബനീസ്, അറബിക് ഡിഷസ്, ഇതെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇതിവിടെയുള്ളൊരു ഫേമസ് സ്ട്രീറ്റാണ്. ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കാണ്. കാരണം ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സസ്, ഷൂസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പോകുന്ന വഴിക്ക് നല്ലൊരു ഫൗണ്ടെയിൻ കണ്ടു, ഡിഫറെൻറ്റ് കളേഴ്സിൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ്സും ഈ സൈഡിലുള്ള ഈ ചെടികളൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ ഏതോ ഒരു രാജ്യത്തൂടെ പോകുന്നൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നി. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെയാണ് കുറേ ഇന്ത്യൻ ഷോപ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം.
പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ഒരു പ്രചോദനം കിട്ടുന്നത്. ഇനിയും പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ അതെനിക്ക് ഊർജം നൽകും. ഇതാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങുകയാണ്. ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ചീര, പച്ചക്കറികൾ എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുരിങ്ങയില, കുമ്പളം, ചേന ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സീസൺ ആകുമ്പോഴത്തേക്കും ഈന്തപ്പഴവും നമുക്ക് മേടിക്കാൻ കിട്ടും. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇതിന് ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വാൾസ് എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇവർ വച്ചിരിക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് ഇവിടെ കൂടുതലായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്നലെ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഫ്രൈഡ് ചിക്കൻ മൊമോസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ.